വികാരങ്ങളുടെ വിരേചനം നടത്താൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. പണിയെടുത്ത് തളർന്നു വരുമ്പോ തമ്പുരാന്റെ വീട്ടിൽ, ജമ്മിയുടെ വീട്ടിൽ പോയാൽ ഒരു പാത്രത്തിൽ വെള്ളം പോലും തരാത്ത തമ്പുരാന്റെ സങ്കടമാണ്. 100 കാതോം വഴി നടന്ന് തൊണ്ട പൊട്ടി വന്ന നേരോ ഒരടക്കാ തോട് വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെ. ഒരടക്കേന്റെ തോട്ടിൽ, പാത്രത്തിൽ വേണ്ട, ഒരടക്കയുടെ തോട്ടിൽ വെള്ളം താ. അപ്പൊ തമ്പുരാൻ പറയാ, തണ്ണി താണ്ടേ കെട്ടിൻ്റെ അകത്ത്, പാള താണ്ടേ കങ്ങുമ്മേല്, കാരി താണ്ടേ തൊണ്ടുമ്മേല്, കോരിക്കുടി കോരിക്കുടി. പാത്രം തരൂല, വെള്ളം തരൂല. തണ്ണി കിണറ്റിലുണ്ട്, ആ തണ്ണി കോരണമെങ്കിൽ പാള വേണം. കൗങ്ങിന്റെ പാള പൊളിച്ച് കോട്ടിയിട്ട് അതിന് കെട്ടാൻ കയറോ, തൊണ്ട് തല്ലി കയറ് വിരിച്ചിട്ട് ആ കയറ് കൊണ്ട് പാളയിൽ കെട്ടിയിട്ട് കോരി കുടിച്ച് അപ്പോഴേക്ക് ഇവൻ ദാഹിച്ച് ചത്തുപോയാലും ഒരടക്കയുടെ തോട്ടിൽ കൊള്ളുന്ന വെള്ളം കൊടുക്കാത്ത ആ നിഷേധത്തിന്റെ, മനുഷ്യാവകാശ നിഷേധത്തിനെതിരെയുള്ള പ്രതിരോധം അവന് പാടാൻ മാത്രം അല്ലേ? പാടുകയല്ലാതെ നമുക്കെന്താ മാർഗം മോളെ എന്നാണ് നാടൻപാട്ട് പറയുന്നത്. നമുക്ക് പാടാതിരുന്നാല് പട്ടിണി മാറുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാടിക്കൊണ്ടിരിക്കുക. ഒരു പണിയപ്പാട്ടുണ്ട്, കുട്ടീനെ ഉറക്കുന്ന പുള്ളയെ, പുള്ളയെ എന്നാ പറയാ കുട്ടിയെ, പുള്ളയെ. ഉറങ്ങുറങ്ങ് പുള്ളി നീ ഉറങ്ങേ, ഉണരാതെ പുള്ളി നീ ഉറങ്ങ്, നീ ഉറങ്ങ്. അച്ഛനിപ്പോ മലയിൽ കൊത്തി കൊത്തിച്ചാവും, അമ്മയിപ്പോ വയലിൽ നട്ട് നട്ട് ചാവും, നീ ഉറങ്ങ്. ആരോട് പറയാൻ? ആത്മാവിഷ്കാരം, സങ്കടങ്ങളുടെ ആവിഷ്കാരമായിട്ടാണ് നമ്മുടെ നാടൻ പാട്ടുകൾ വന്നത്. ആ നാടൻ പാട്ടുകളുടെ ഈണങ്ങളും ശീലുകളുമാണ് പിന്നെ അതിനെ പ്രൗഢമായിരിക്കുന്ന സാഹിത്യത്തിലേക്ക് ചേർത്തുകൊണ്ട് കേരളക്കരയിൽ ഒരുപാട് കവികൾ വന്നു. ആ കവികളുടെ കൂട്ടത്തിൽ ആ നാടോടി ഈണങ്ങളും ഗൗരവതരമായ പ്രണയസങ്കല്പങ്ങളും ഗൗരവതരമായ ഫിലോസഫിയും കൂട്ടിച്ചേർത്തിട്ടൊരു വസന്തം സൃഷ്ടിച്ചതാണ് 19-20 നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ചങ്ങമ്പുഴയുടെയും ഇടപ്പള്ളിയുടെയും അതുപോലെ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെയും തുടർന്ന് വന്ന പി ഭാസ്കരനും ONV കുറുപ്പും വയലാറും അടങ്ങുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കവിതകളുടെ കാൽപ്പനിക വസന്തമുണ്ടാക്കിയത്. ആ കാൽപ്പനിക വസന്തകാലത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, വീടി വെറുപ്പുകാരായ തൊഴിലാളികൾ മാത്രമല്ല, കച്ചവടക്കാരും എല്ലാവരും കവിത ചൊല്ലാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ നമ്മുടെ വീടുകളിൽ നിന്ന് കവിത ഈണങ്ങൾ നഷ്ടപ്പെട്ടു പോയി ടെറിബിൾ സൗണ്ടിലേക്ക് ചുരുങ്ങുമ്പോ സാംസ്കാരിക ച്യുതിയിലേക്ക് പോകുന്നില്ലേ?